പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. PV അൻവർ നൽകിയ പരാതിയിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. വിജിലൻസ് അന്വേഷണത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്താൻ സാധിച്ചില്ല. കവടിയാറിലെ വീട് നിർമ്മാണം സ്വത്ത് വിവരം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. 2 ആഴ്ചയ്ക്കകം DGP റിപ്പോർട്ട് സമർപ്പിക്കും. VV വിനോദ് നൽകും കൂടുതൽ വിവരങ്ങൾ. വിനോദ്, 3 മാസത്തെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ക്ലീൻ ആണ് ADGP MR അജിത് കുമാർ, അല്ലെ? ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു, അല്ലെ? ഭവ്യ, 4 അന്വേഷണങ്ങളാണ് നിലവിൽ നടക്കുന്നത്. അത് ADGP ലോ ആൻഡ് ഓർഡർ ഉണ്ട്, ADGP ഇന്റലിജൻസ് ഉണ്ട്, വിജിലൻസ് മേധാവിയുടെ ഇതുണ്ട്, അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് മേധാവിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ തരത്തിലാണ് DGPയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ തരത്തിൽ 4 അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഇതിലിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. MR അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നതിന് തെളിവില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ DGPക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കും. നേരത്തെ തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണം അത് കവടിയാറിലെ വീട് നിർമ്മാണവുമാണ്. ആഡംബര വീട് നിർമ്മിക്കുന്നു, ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്ന് അന്വേഷിക്കണം. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അജിത് കുമാറിന് ബന്ധമുണ്ട്. ഈ വഴിയുള്ള പണമാണ് ഇത്തരം നിർമ്മിതികൾക്ക് ഉപയോഗിക്കുന്നതെന്ന ഒരു ആരോപണമാണ് നേരത്തെ PV അൻവർ ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് 1 അന്വേഷണം നടത്തിയിരുന്നു. MR അജിത് കുമാറിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അജിത് കുമാർ ഈ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഭാര്യാപിതാവിൽ നിന്ന് ലഭിച്ച ഭൂമിയുടെ വിശദാംശങ്ങൾ എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. സ്വത്ത് വിവര പട്ടികയിൽ ഈ വീടിന്റെ കാര്യം പറയുന്നുണ്ട് എന്നാണ് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതേസമയം മറ്റൊരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് 36 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് തൊട്ടടുത്ത ആഴ്ച ഏതാണ്ട് ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റു. ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിരുന്നുവെന്നാണ് PV അൻവറിന്റെ ആരോപണം. ഈ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നത് വ്യക്തതയില്ല. ഏതായിരുന്നാലും മറ്റ് അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണമാണ്, പ്രാഥമികമായ ഒരു അന്വേഷണമാണ്. MR അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം നൽകാൻ നേരത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. ഈ സ്ക്രൂട്ടിനി കമ്മിറ്റിയോട്, നേരത്തെ തന്നെയുള്ള സെർച്ച് കമ്മിറ്റി ഉണ്ട്, അവരുടെ അനുമതിയോട് അല്ലെങ്കിൽ ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയത്. പക്ഷേ CPIയുടെ ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അജിത് കുമാറിനെതിരെ മറ്റ് കൂടുതൽ തെളിവുകളില്ല എന്ന തരത്തിലൊരു കണ്ടെത്തൽ ഉണ്ടാവുന്നത്. ഭവ്യ, തീർച്ചയായും എന്തായാലും സർക്കാരിന് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെതിരായ വിജിലൻസ് അന്വേഷണം കണ്ണിൽ പൊടിയിടാനാണെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഇപ്പോഴെന്തായാലും ഇതാ വിജിലൻസ് അന്വേഷണത്തിൽ ക്ലീൻ ചീറ്റ് ലഭിച്ചിരിക്കുകയാണ് MR അജിത് കുമാറിന്. സ്വാഭാവികമായും PV അൻവറും പ്രതിപക്ഷവും ഒക്കെ ഇത് തള്ളാനേ സാധ്യതയുള്ളൂ. ദയവായി തുടരുക വിനോദ. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്.